ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് സ്റ്റഡി വ്ളോഗ് വേണം ചേച്ചി. അതിനെന്താ, ചെയ്യാലോ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഇന്ന് രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റത്. പിന്നെ ഇത് കഴിഞ്ഞ മാസത്തെ ലാസ്റ്റ് എപ്പോഴും എടുത്ത വീഡിയോ ആണ്. ഓഡിയോ ഒക്കെ കൊടുക്കാൻ വേണ്ടി ലേറ്റായിപ്പോയി. രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം, ചായയും കോഫിയും ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കുക. പക്ഷേങ്കിൽ അതിനേക്കാളും ബെറ്റർ ഒരു ഗ്ലാസ് വെള്ളമാണ്. ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് SCRT തന്നെയാണ്. പിന്നെ ഇതാണ് എൻ്റെ കിച്ചൺ. അത്യാവശ്യം ചെറുതാണ്, പക്ഷെ എനിക്ക് ഓക്കെയാണ്. ഇനി നമ്മുടെ 10th പ്രിലിംസിന് വെറും 29 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എത്ര വേഗമല്ലേ ദിവസമൊക്കെ പോയത്. ഈ 29 എന്നുള്ളത് ഞാൻ ഓഡിയോ കൊടുക്കുന്ന ദിവസത്തെ കണക്കാണ്. ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ദിവസം വീണ്ടും കുറഞ്ഞേക്കാം. ഇന്നലെ രാത്രിയിൽ ഞാൻ ടു ഡു ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് മോർണിംഗ് എണീറ്റിട്ടാണ് ഇതൊക്കെ എഴുതിയത്. അതുകൊണ്ട് പഠിക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ കയ്യിൽ നിന്ന് YPT ഗ്രൂപ്പ് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആക്കി വെച്ച ഒരു 6-7 ഗ്രൂപ്പ് ഇട്ടായിരുന്നു, കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കയറാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ ലിങ്ക് വഴി കയറുമ്പോൾ ഗ്രൂപ്പ് ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും പുതിയ 2 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കയറാൻ, അതായത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്ക് വഴി കയറണേ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ ആയിപ്പോയതാണ്. ഓക്കെ. ഞാൻ ഈ SCRT ചാപ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കോ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 പേജ് വായിച്ചിട്ട് പിന്നെ വെറുതെ ഈ താളുകൾ ഇങ്ങനെ മറിച്ച് നോക്കും. ടോപ്പിക്ക് കഴിയാനായോ, വീണ്ടും അടുത്ത പേജ് വായിക്കും, വീണ്ടും മറിച്ച് നോക്കും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? എല്ലാവരും പറയും ഈ ഫോൺ മാത്രമാണ് ഡിസ്ട്രാക്ഷൻ. എനിക്ക് അതല്ലാതെ പല പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. വെറുതെ ബുക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടും. പിന്നെ കയ്യിലൊക്കെ ഞാൻ വരച്ചിടും. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നിങ്ങളെ ഫോണല്ലാതെ വേറെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉണ്ടാവാറെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ. രാവിലെ കഷ്ടിച്ച് ഒരു അരമണിക്കൂർ വായിച്ചതിന് ശേഷം ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതായത് രാവിലെ എനിക്ക് 2 ടാബ്ലറ്റ്സ് ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഇന്ന് ഉപ്മാവാണ്. പണ്ട് എനിക്ക് ഉപ്മാവ് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഉപ്മാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. എന്നാൽ ഇന്നൊരു ആർഭാടത്തിന് ഞാൻ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് വീണ്ടും ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വേഗം തന്നെ പഠിക്കാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് അല്ലെങ്കിൽ TV എന്തെങ്കിലും വെച്ചിട്ട് അതും കണ്ടുകൊണ്ടിരിക്കും. ഈ കാണുന്നതാണ് എൻ്റെ പുതിയ പൗച്ച്. എൻ്റെ പഴയ പൗച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു സംഭവമായിരുന്നേ. അത് കീറിപ്പോയി. അതുകൊണ്ടാണ് പുതിയത് വാങ്ങിച്ചത്. ഞാൻ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് ഈ പൗച്ചൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ നാട്ടിൽ പോകുമ്പോൾ പെന്ന്, ഹൈലൈറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോഴും SCRT തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങി വെച്ച ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതിനിടയിൽ ആ ചാപ്റ്ററിലുള്ള വർഷങ്ങളും ഈ നമ്പേഴ്സൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് എഴുതി വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പഠിക്കുന്നുമുണ്ട്. അതിനിടയിൽ കുറച്ച് സമയം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ. എന്തിനാന്ന് വെച്ചാൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു 10 മണിയാകുമ്പോഴാണ് പോകുന്നത്. ഇവനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇന്നെന്തോ പിണക്കമാണെന്ന് തോന്നുന്നു. താഴേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഷ് ചെയ്യാമെന്ന് വെച്ചിട്ട് കൊണ്ടിട്ടു. ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടിട്ടു. ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ള് ടെൻഷനാണ്. ഞാൻ കൊണ്ടിടുന്ന സമയത്താണ് എപ്പോഴും മഴ പെയ്യുക. ആ ഒരു കാര്യത്തിൽ ഇന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഞാൻ തുണിയൊക്കെ എടുത്ത് മുകളിൽ കൊണ്ട് വിരിച്ചിട്ടു. ഒരു 5-10 മിനിറ്റ് ഞാൻ താഴേക്ക് വരുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ ഓടിപ്പോയി മുകളിൽ നിന്ന് ആദ്യം എടുത്തിട്ട് തിരിച്ചു വന്നു. അതുപോലെ കൊണ്ടുവച്ചു. ഇതൊരു 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുകളിലേക്ക് പോയില്ല, താഴെ തന്നെ ഉണക്കാനിട്ടു. ഇത് കണ്ടോ, ഈ ഒരു വെയിലിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. തുണി വിരിച്ചിരുന്ന സമയത്ത് വെയിൽ കൊള്ളാതിരിക്കുക എൻ്റെ തലയിൽ ഓൾറെഡി ഞാനൊരു ക്യാപ്പ് വെച്ചിട്ടാണ് പോയത്. പക്ഷേ എന്ത് പറയാനാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്ന് പിന്നെ വീണ്ടും താഴേക്ക് വന്ന് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് പഠിച്ചില്ല, ഇന്നലെ പഠിച്ചില്ല, മിനിഞ്ഞാന്നും പഠിച്ചില്ല, കുറച്ച് ദിവസങ്ങളായി പഠിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ റിഗ്രറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതങ്ങ് വിട്ടിട്ട് വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കണം എന്നുണ്ട്, ജോലി വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 5-6 ദിവസം ഞാൻ നാട്ടിലായിരുന്നേ. അപ്പോൾ ബുക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്തില്ല. അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നാട്ടിൽ വന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു കുറ്റബോധം. ആ സമയത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നൊന്നുമില്ല, പഠിക്കണം എന്നുണ്ട്, പക്ഷേ പഠിക്കുന്നില്ല.
അങ്ങനൊരു സിറ്റുവേഷൻ, പഠിക്കാൻ തോന്നാത്തൊരവസ്ഥ. അപ്പം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റീൽ കണ്ടതാണ്. നമ്മൾ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് ഇന്നെന്ന് പറയുന്ന ഈ ഒരു ദിവസം ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുക. ഇന്നലെയോ മിനിഞ്ഞാന്നോ നമുക്കിനി ആലോചിച്ചിട്ട് അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്കത് തിരിച്ച് കിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു നിമിഷം നമുക്കിപ്പോൾ നമ്മുടെ കൂടെയുണ്ട്, ഈ നിമിഷം പഠിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ SC ഒരു 2 മണിക്കൂർ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ടെറസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഇതവിടെയുള്ള ഒരു ചെടിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു സസ്യമാണ് ഗൈസ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 2-2.5 മണിക്കൂർ ഞാൻ വീണ്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് എടുത്തിട്ടില്ല, കാരണം എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, ഫോണൊക്കെ ഫുള്ള് ഹാങ് ആയിട്ടാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന് കുറച്ചടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോയത്. അങ്ങനെ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഞാനൊന്നും പഠിച്ചിട്ടില്ല. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം നന്നായി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത്. പ്രൊഡക്റ്റീവ് ആണോയെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഹാപ്പി ആയിരുന്നു. അത്ര തന്നെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷനൊന്നും ഇല്ലാതെ കിട്ടുന്ന സമയത്ത് പഠിക്കാൻ നോക്കുക. കഴിഞ്ഞ പോയ കാര്യങ്ങളെ പറ്റി ഓർത്തിട്ട് അയ്യോ പഠിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക. ഇന്നത്തെ ദിവസം പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.